അഹ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉണർച്ചയിൽ ഞാൻ കണ്ടപ്പോൾ കൂടെ ഖദർ അലൈഹിസലാമും ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദർ അലൈഹിസലാമിനോട് പറഞ്ഞു, ഷാദുലിയ ത്വരീഖത്തിൻ്റെ ദിക്റുകൾ എനിക്ക് പറഞ്ഞു തരാനായിട്ട് കൽപ്പിച്ചു. അങ്ങനെ റസൂലുള്ള നോക്കി നിൽക്കെ എനിക്ക് പറഞ്ഞു തന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദർ അലൈഹിസലാമിനോട് പറഞ്ഞു, അഹ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുക. ജാമിഉൽ അദ്കാറും ജാമിഉൽ സ്വലവാത്തും ജാമിഉൽ ഇസ്തിഗ്ഫാറും അഥവാ എല്ലാ ദിക്റുകളുടെയും സ്വലാത്തുകളുടെയും ഇസ്തിഗ്ഫാറുകളുടെയും പ്രധാനപ്പെട്ട കൂലി ലഭിക്കുന്ന അതുകൂടി എനിക്ക് പറഞ്ഞു തരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദർ അലൈഹിസലാമിനോട് പറഞ്ഞു. അപ്പോൾ ഖദർ അലൈഹിസലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ജാമിഉൽ അദ്കാറും ജാമിഉൽ സ്വലവാത്തും ജാമിഉൽ ഇസ്തിഗ്ഫാറും അതേതാണ് നബിയെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ അദദ മാ വസിഅഹു ഇൽമുല്ലാഹ്. എന്നിട്ട് ഞാൻ നോക്കി നിൽക്കെ 3 തവണ റസൂലുള്ള പറഞ്ഞു. പിന്നെ ഖദർ അലൈഹിസലാം എനിക്ക് പറഞ്ഞു തന്നു. വീണ്ടും ഖദർ അലൈഹിസലാമിനോട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിനൂരി വജ്ഹില്ലാഹിൽ അലീം ഇലാ ആഖിരി സ്വലാത്തിൽ അലീമിയ. ഇത് 3 തവണ റസൂലുള്ള പറഞ്ഞു കൊടുത്തു. ഖദർ അലൈഹിസലാം അപ്രകാരം എനിക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ അങ്ങനെ ചൊല്ലി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറദ് ദുനൂബി ഫൽ ജലാലി വൽ ഇക്റാം ഇലാ ആഖിരി ഇസ്തിഗ്ഫാരിൽ കബീർ. ഇതും 3 പ്രാവശ്യം ഖദർ അലൈഹിസലാമിന് പറഞ്ഞു കൊടുത്തു. ഖദർ അലൈഹിസലാം എന്നെ പഠിപ്പിച്ചു. പിന്നെ ചില പ്രത്യേകമായ പ്രകാശങ്ങൾ എനിക്ക് ലഭിച്ചു, ഖുവ്വത്തുൽ മുഹമ്മദിയ എന്നത്. പിന്നെ എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആകാശഭൂലോകങ്ങളുടെ താക്കോല് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. ഇത് 3 ഒരു തവണ ചൊല്ലിയാൽ ദുനിയാവിലും ആഖിറത്തിലും അതിനേക്കാൾ ഇരട്ടിയായ നേട്ടങ്ങൾ അയാൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇത് 3 ഒരു മധ്യവർത്തിയുമില്ലാതെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു എന്ന്. ഇബ്രാഹിമുൽ ലഖാനി റളിയല്ലാഹു അൻഹു ദർസ് പഠിപ്പിക്കുന്ന സമയത്ത് ഷെയ്ഖുൽ അല്ലാമ ഇജാസി റളിയല്ലാഹു അൻഹു എന്നവർ എണീറ്റ് നിന്നു. അപ്പോൾ ആ സദസ്സിൽ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി പറഞ്ഞു, നീ പോകുന്നോ അതോ ഇരിക്കുന്നോ? സദസ്സിൽ നിൽക്കരുത് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരല്പസമയം കഴിയട്ടെ. പിന്നീട് പറഞ്ഞു, ഇബ്രാഹിമുൽ ലഖാനി തങ്ങളെ, നിങ്ങളുടെ മജ്ലിസിൽ ഞാൻ നിന്നത്, നിങ്ങളുടെ മജ്ലിസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ മജ്ലിസിൽ എണീറ്റ് നിന്നത് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രണയിക്കുന്ന മഹാനായിരുന്നു മസ്ഊദുദ് ദറാബി റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹിനോടുള്ള പ്രേമം കൊണ്ട് ചെയ്യുന്നതെന്താണെന്നറിയോ? ഫാസ് എന്ന പ്രദേശത്ത് തൊഴിലാളികൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് പോകും. അപ്പോൾ തൊഴിലാളികൾ കരുതും അദ്ദേഹം തൊഴിലിന് ആളെ തേടി വരുന്നതാണ് എന്ന്. അങ്ങനെ അദ്ദേഹം തൊഴിലാളികളെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. തൊഴിലാളികൾ വീട്ടിലെത്തുമ്പോൾ മസ്ഊദുദ് ദറാബി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങളിവിടെ ഇരിക്കുക, നമുക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാം. അങ്ങനെ ഈ പണി അസറു വരെ തുടരും. പിന്നെ അദ്ദേഹം തൊഴിലാളികളോട് പറയും, നിങ്ങൾ കുറച്ചുകൂടി കൂട്ടിച്ചൊല്ലിയാൽ നിങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യും എന്ന്. തൊഴിലാളികളുടെ സമയം അസറു വരെയാണ്. കുറച്ചുകൂടി കൂട്ടിച്ചൊല്ലിയാൽ നന്നായിരുന്നു എന്ന് പറയും. അങ്ങനെ അവർ സ്വലാത്ത് ചൊല്ലും. അത് കഴിഞ്ഞ് പോകാനിറങ്ങുമ്പോൾ തൊഴിലാളികൾക്ക് 1 ദിവസത്തെ കൂലി കൊടുക്കും. എന്നിട്ട് അവർ പിരിഞ്ഞു പോകും. മസ്ഊദുദ് ദറാബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ ഉണർച്ചയിൽ കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ
നിഷ്കളങ്കമായ പ്രണയത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാധാരണയായി ഉണർച്ചയിൽ കാണാറുണ്ടായിരുന്നു എന്ന്.